നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ദ ടർക്കിഷ് ക്യാപ്പ്. BP ഗുപ്ത എന്ന് പറയുന്ന ഫേമസ് ആയ ഓതർ റൈറ്റർ എഴുതിയ ദ ടർക്കിഷ് ക്യാപ്പ് എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഫസ്റ്റ് കുറേ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സ്കൂൾ ബെൽ റാങ്, മേ ബി ഇന്റർവെൽ ഓർ ലഞ്ച് ടൈം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദ നരേറ്റർ BP ഗുപ്ത, നരേറ്റർ ആൻഡ് his classmates went to the ground. They went to the ground. എന്തിനാ? എവിടെ? ഗ്രൗണ്ട് എവിടെ? ഔട്ട്സൈഡ് ദ സ്കൂൾ കോമ്പൗണ്ട് വേർ യൂഷ്വലി പ്ലേഡ്. അവരെന്നും കളിക്കുന്ന സ്കൂളിന് പുറത്തുള്ള, സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തുള്ള ആ ഗ്രൗണ്ടിൽ അവർ എത്തിച്ചേർന്നു. ആരൊക്കെ ഉണ്ട്? നരേറ്റർ ഉണ്ട്, BP ഗുപ്ത അല്ലേ? നരേറ്റർ എന്ന് പറയുന്ന BP ഗുപ്ത ഉണ്ട്. പിന്നെ ആരുണ്ട്? കുനാലുണ്ട്, ബ്രിജേഷ് ഉണ്ട്, പ്രമോദ് ഉണ്ട്, പിന്നെ നിലേഷ് ഉണ്ട്. ടു പ്ലേ ഗിലി ആൻഡ് ഡണ്ട, കുട്ടിയും കോലും എന്ന് പറയുന്ന ആ ഒരു കളി, ഫോക്ക്, പഴയ കാലത്തെ കളിയാണ്. ഇപ്പോഴും കളിക്കുന്നുണ്ട് കുട്ടികൾ, കുറവാണ്. അപ്പോൾ ഈ കളി കളിക്കാൻ വേണ്ടി അവരെവിടെ എത്തുകയാണ്? കോമ്പൗണ്ടിന് പുറത്തുള്ള, സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തുള്ള ഗ്രൗണ്ടിൽ എത്തുക. പരേഷ് എന്ത് ചെയ്യാണ്? പരേഷ് എന്ന് പറയുന്നത് ക്യാരക്ടറുണ്ട്. പരേഷ് എന്ത് ചെയ്യാണ്? സർക്കിൾ വരച്ചു. കുനാല് അതിൻ്റെ ഉള്ളിൽ നിന്നു. എന്തിനാ? കുനാൽ ഈസ് ദ സ്ട്രൈക്കർ. നമ്മൾ പറഞ്ഞു ക്രിക്കറ്റ് പോലെ തന്നെ കളിക്കുന്ന ഒരു കളിയാണ് ഏത്? കുട്ടിയും കോലും. ഒരാളുണ്ടാവും, അയാൾ അടിക്കും, മറ്റുള്ള എല്ലാവരും എന്ത് ചെയ്യും? ഈ സർക്കിളിന് പുറത്തും എന്ത് ചെയ്യും? അവർ ഫീൽഡ് ചെയ്യും. ആരെങ്കിലും ഈ ഗിലി പിടിച്ചാൽ ഈ സ്ട്രൈക്ക് ചെയ്ത ആളെന്തായും? ഔട്ടാവും. എന്നിട്ട് മറ്റൊരാൾ കളിക്കാൻ പറ്റും, അയാൾ സ്ട്രൈക്ക് ചെയ്യും. അദ്ദേഹത്തിന്റെ ഗിലിയും പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അയാളും ഔട്ടാവും. അതാണ് പ്രോസസ്സ്. അങ്ങനെയാണ് കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഇവിടെ കുനാൽ എന്ത് ചെയ്യാണ്? ഈ സർക്കിളിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കളി തുടങ്ങുകയാണ്. കുനാല് അടിച്ചു. നമ്മൾ പഠിച്ചു കുനാൽ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. കുനാൽ നല്ലൊരു പ്ലെയർ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അങ്ങനെ കളി തുടങ്ങാണ്. ആദ്യം ഈ പോയത് എങ്ങോട്ടാണ്? കുനാല് അടിച്ച ആ ഗിലി ഫസ്റ്റ് പോയത് എങ്ങോട്ടാണ്? ആരടുത്തേക്കും പോയില്ല, അത് എങ്ങോട്ടോ ഒന്ന് പറഞ്ഞു. അപ്പം തന്നെ എന്ത് ചെയ്തു? നിലേഷ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ, അല്ലെങ്കിൽ ആ കുട്ടി, നിലേഷ് വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ദ ഗിലി. നിലേഷ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത്? ഗിലിയുടെ അടുത്തെത്തിയത്. ഈ പിക്ക് ദ ഗിലി ആൻഡ് ത്രോ ടു ദ കുനാൽ. വൺസ് മോർ കുനാൽ struck, അല്ലേ? once more Kunal struck hard again. Now it goes to, അല്ലെങ്കിൽ it went to അങ്ങോട്ടാണ്? ബ്രിജേഷിന്റെ അടുത്തേക്ക് വന്നു. പക്ഷെ അതെന്താണ്? ബ്രിജേഷിന്റെ അടുത്ത് വന്നത് ഇറ്റ് വാസ് എ ഈസി ക്യാച്ച്. അതൊരു ഈസി ക്യാച്ച് ആയിരുന്നു. ഇറ്റ് വാസ് ആൻ ഈസി ക്യാച്ച്. അതൊരു ഈസി ക്യാച്ച് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബ്രിജേഷ് മിസ്ഡ്. ഓക്കെ, ആൻഡ് ബ്രിജേഷ് ടേക്ക് ദ, അല്ലെങ്കിൽ പിക്ക് അപ്പ് ദ ഗിലി ആൻഡ് ത്രോ ബാക്ക് ടു ദ കുനാൽ. വൺസ് മോർ ഇറ്റ് ത്രോ ബാക്ക് ടു ദ കുനാൽ. ആ സമയം എന്ത് ചെയ്ത്? കുനാൽ എന്ത് ചെയ്യാണ്? വീണ്ടും ആ ഗിലീനെ അടിക്കുകയാണ്. വീണ്ടും അതെങ്ങോട്ട് പോയി? ഇറ്റ് ടുവേർഡ്സ് മീ, എൻ്റെ അടുക്കിലേക്ക് വന്നാണ്. ഐ ആം റെഡി ഫോർ. ആരാ പറയുന്നത്? BP ഗുപ്ത പറയാണ്. ഇറ്റ് കം ടുവേർഡ്സ് മീ, എൻ്റെ അരികിലേക്ക് വന്നു. ഞാൻ എന്ത് ചെയ്തു? ക്യാച്ച് പിടിക്കാൻ അങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ അത് എൻ്റിലേക്ക് വന്നോ? വന്നില്ല. അത് എങ്ങോട്ടോ. പക്ഷെ എന്ത് ചെയ്തു? പെട്ടെന്നാണ് all of a sudden there was a lot of noise. പെട്ടെന്ന് അവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കാം. എന്താ സംഭവിച്ചത്? അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്താണ്. ഞാൻ ഒന്നും കൂടെ റീക്യാപ്പ് ആയിട്ട് പറയുകയാണ്. എന്താ സംഭവിച്ചത്? എ മാൻ വിത്ത് കുർത്ത ആൻഡ് ധോത്തി സ്റ്റാൻഡിങ് ഇൻ മിഡിൽ ഓഫ് ദ പ്ലേ ഗ്രൗണ്ട്. ഹീസ് എ ടർക്കിഷ് മാൻ. ഹിസ് ടർക്കിഷ് ക്യാപ്പ് വാസ് ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. കുനാല് ഗിലിയെ എന്ത് ചെയ്തു? അടിച്ചു അല്ലേ? ആ ഗിലി എന്ത് സംഭവിക്കുകയാണ്? ഗിലി വന്നിട്ട് എവിടെ അടിച്ചു? ഗിലി വന്നിട്ട് ആ ടർക്കിഷ് മാൻ്റെ ക്യാപ്പിൽ വന്ന് ഇടിക്കുകയാണ്. ക്യാപ്പിൽ വന്ന് തട്ടി. ക്യാപ്പ് എന്ത് ചെയ്തു? നിലത്തേക്ക് വീണു. എങ്ങനെ? അപ്സൈഡ് ഡൗൺ ആണ്. വീഴുക മാത്രമാണ് ചെയ്തത്? അല്ല, ആ ഗിലി എന്ത് ചെയ്യാണ്? ആ വടി എന്ത് ചെയ്യാണ്? ആ ക്യാപ്പിന്റെ ഉള്ളിലേക്കാണ് വീണത്. ക്യാപ്പ് എന്ത് ചെയ്യാണ്? ദ ഗിലി ലാൻഡഡ് ഇൻസൈഡ് ദ ക്യാപ്പ്. ഗിലി ലാൻഡഡ് ഇൻസൈഡ് ദ ക്യാപ്പ്. ഇതാണ് സംഭവിച്ചത്. ഇത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇത്ര സംഭവിച്ചപ്പോൾ, ദ മാൻ വാസ് ഫ്യൂരിയസ്. മാൻ എന്ത് ചെയ്യാണ്? അത് ദേഷ്യം വരാൻ തുടങ്ങി. അദ്ദേഹം ചോദിക്കാണ്, യു നോട്ടി ബോയ്സ്, വാട്ട് യു ഹാവ് ഡൺ? അപ്പം തന്നെ കുനാൽ പറഞ്ഞു, സോറി സർ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അപ്പോൾ അദ്ദേഹം ചോദിക്കാണ്, വൈ ഡോണ്ട് യു പ്ലേ ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കൂൾ കോമ്പൗണ്ടിൽ കളിച്ചുകൂടാ? ബ്രിജേഷ് പറയാണ്, ബ്രിജേഷ് സർ, വി സോറി സർ, അവർ സ്കൂൾ കോമ്പൗണ്ട് ഈസ് വെരി സ്മോൾ. ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ട് എന്താണ്? വളരെ
ചെറുതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കളിക്കാത്തത്. ഇതൊന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഇതൊന്നും ഇറ്റ് ഡസൻ മാറ്റർ, യു ഷുഡ് പ്ലേ ഹിയർ. ഇതുകൊണ്ട് എന്താണ്, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് കളിക്കുന്നത്. അദ്ദേഹം ചൂടാവുകയാണ്. അദ്ദേഹം ചൂടായിക്കൊണ്ടില്ലെങ്കിൽ അദ്ദേഹം ഷൗട്ട് ചെയ്തുകൊണ്ട് എങ്ങോട്ട് പോവാണ്? ഈ ഗോസ് ടു ദ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് അദ്ദേഹം പോകുകയാണ്. അവർ തമ്മിലുള്ള, പ്രിൻസിപ്പാളും ആ ടർക്കിഷ് മാൻ തമ്മിലുള്ള കോൺവെർസേഷൻ മീൻസ് സംഭാഷണം. ഈ സംഭാഷണം കേൾക്കണം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംസാരം കേൾക്കണം. എന്നിട്ട് എന്താണ്, ആൻഡ് വി വുഡ് ബി ഗിവൻ, എന്ത് പണിഷ്മെന്റ് ആണ് പ്രിൻസിപ്പാൾ ഞങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇത് രണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അവരിങ്ങനെ നിൽക്കാണ്. സൂൺ, പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ദ പ്യൂൺ കെയിം ആൻഡ് കോൾഡ് us, ഞങ്ങളെല്ലാവരും വിളിച്ചു. ഇവിടെ ആരേത് പറയുന്നത്? നരേറ്റർ തന്നെ പറയുകയാണല്ലേ. നരേറ്റർ ഇങ്ങനെ പറയാണ്. നരേറ്റർ മീൻസ് BP ഗുപ്ത, ദ സ്റ്റോറി റൈറ്റർ. അദ്ദേഹം പറയാണ്, പ്യൂൺ കെയിം ആൻഡ് കോൾഡ് us, പ്യൂൺ വന്ന് ഞങ്ങളെ വിളിച്ചു. എങ്ങനെ? 1 by 1 we entered the principal's room. അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് എന്ത് ചെയ്തു, പ്രിൻസിപ്പാളിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി. ഇനി ചോദിക്കാണ്, പ്രിൻസിപ്പാൾ ചോദിക്കാണ്, who is responsible for all this? ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആരാണ്? മിസ്റ്റർ അഹമ്മദ് ആസ്ക് ഇൻ എ തണ്ടറിംഗ് വോയിസ്. തണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഇടിയിലെ ലൈറ്റിംഗ് ആൻഡ് തണ്ടറിംഗ്, ഇടിമുഴക്കത്തിനെയാണ് നമ്മൾ ലൈറ്റിംഗ് ആൻഡ് തണ്ടറിംഗ് എന്ന് പറയുന്നത്. തണ്ടറിംഗ്, ആ തണ്ടറിംഗ് വോയിസ്, ഇടി മുഴങ്ങുന്ന സൗണ്ടോടുകൂടി ചോദിക്കാൻ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദിസ്? അപ്പൊ കുട്ടികൾ എന്താ ചെയ്യുന്നത്? വി ലുക്ക്ഡ് അറ്റ് വൺ അനദർ. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നോ വൺ കുഡ് സേ എ വേർഡ്. ഒരാളും ഒരു വാക്കും സംസാരിച്ചില്ല. കാരണം they are fear about പ്രിൻസിപ്പളിനെ അവർക്ക് പേടിയാണ്. സോ നോ വൺ കുഡ് സേ എ വേർഡ്. ഒരാളും ഒന്നും പറഞ്ഞില്ല. മിസ്റ്റർ അഹമ്മദ് റൈസ്ഡ് ഹിസ് വോയിസ്. ആ സമയത്ത് അദ്ദേഹത്തിന് കുട്ടികളൊന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യമായി. അദ്ദേഹം എന്താണ്, മിസ്റ്റർ അഹമ്മദ്, പ്രിൻസിപ്പാൾ, നെയിം ഓഫ് ദ പ്രിൻസിപ്പാൾ, മിസ്റ്റർ അഹമ്മദ് റൈസ്ഡ് ഹിസ് വോയിസ്. അദ്ദേഹത്തിന്റെ സൗണ്ട് ആയിട്ട് കുറച്ചും കൂടെ ശക്തി കൂടി, ഉറക്കെ പറഞ്ഞു ചോദിക്കാണ്, വൈ ഡോണ്ട് യു എനിവൺ യു സ്പീക്ക് അപ്പ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തത്? എന്തുകൊണ്ടാണ്? വൈ ഡോണ്ട് എനി ഓഫ് യു, നിങ്ങളിൽ ഒരാളും സ്പീക്ക് അപ്പ്, എന്തുകൊണ്ടാണ് മിണ്ടാത്തത്, എന്ത് സംസാരിക്കുന്നത് എന്ന് പ്രിൻസിപ്പാൾ ദേഷ്യപ്പെട്ടു. അപ്പം ഐ റിപ്ലൈഡ്, ഐ മീൻസ് നരേറ്റർ, BP ഗുപ്ത പറയാണ്, സർ വി ആർ സോറി, വി ഷോൾ ബി കെയർഫുൾ ഇൻ ഫ്യൂച്ചർ. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇനി എന്താണ്, ഇനി ഭാവിയിൽ, ഫ്യൂച്ചർ മീൻസ് ഭാവി, വരാൻ പോകുന്ന കാലം, ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ സൂക്ഷിച്ചോളാം, അങ്ങനത്തെ ഒരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് നരേറ്റർ പറയാണ്. മിസ്റ്റർ അഹമ്മദ് സെഡ്, പ്രിൻസിപ്പാൾ പറയാണ്, അപ്പോളജൈസ് ടു ദിസ് ജെന്റിൽമാൻ, ഓൾ ഓഫ് യു, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ മനുഷ്യനോട്, ഇല്ലെങ്കിൽ ഈ മാൻ, ടർക്കിഷ് ക്യാപ്പ് ധരിച്ച അദ്ദേഹത്തോട് എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, ക്ഷമ ചോദിക്കുക, അപ്പോളജൈസ് ചെയ്യുക. വി കോറസ്റ്റ്, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പറയാണ്, വി കോറസ്റ്റ്, വി ആർ വെരി സോറി സർ, ഞങ്ങൾ പറയാണ്, വി ആർ വെരി സോറി, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയാണ്. ഓക്കെ ബോയ്സ്, ദ മാൻ സെഡ്. ഹി ലുക്ക്ഡ് ഹാപ്പി ആൻഡ് മൂവ്സ് ടുവേർഡ്സ് ദ ഫ്ലോർ, സോറി ദ ഡോർ. ഇത്ര കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. എല്ലാവരും കൂടെ അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ഹി ലുക്ക്ഡ് ഹാപ്പി ആൻഡ് മൂവ്ഡ് ടുവേർഡ്സ് ദ ഡോർ ജസ്റ്റ് ആസ് വി ആർ ഗോയിങ് ഔട്ട്. അദ്ദേഹം പുറത്തുപോയി, ഞങ്ങൾ സോറി പറഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളും എന്ത് ചെയ്യാണ്, ജസ്റ്റ് ആസ് വി ആർ ഗോയിങ് ഔട്ട്, ഞങ്ങളും പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിക്കുന്നത്? മിസ്റ്റർ അഹമ്മദ് ആസ്ക്ഡ് us, പ്രിൻസിപ്പാൾ മിസ്റ്റർ അഹമ്മദ് ഞങ്ങളടുത്ത് പറയാണ്, whose stroke was it? ഇത് ആരുടെ സ്ട്രോക്ക് ആയിരുന്നു? സ്ട്രോക്ക് മീൻസ് സ്ട്രൈക്കിന്റെ പാസ്റ്റ് ആണ് സ്ട്രോക്ക്, അടിച്ചത്, ഹിറ്റ് ചെയ്തത്. ആരാണ് ഈ ഗില്ലി ഹിറ്റ് ചെയ്തതെന്ന് ചോദിക്കാണ്. ഐ ലുക്ക്ഡ് ടുവേർഡ്സ് കുനാൽ, ഞാൻ കുനാലിന്റെ നേരെ നോക്കി. എന്താ സംഭവിച്ചത്? ഹി വാസ് ലുക്കിംഗ് അറ്റ് മീ. അവർ പരസ്പരം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അല്ലേ. they are looking each other. My heart was beating faster and faster. എൻ്റെ ഹൃദയം, മൈ ഹാർട്ട്, എൻ്റെ ഹൃദയം എന്താണ്, ബീറ്റിംഗ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ. നല്ല ഇടിപ്പ്, നമുക്ക് പേടി വരുമ്പോൾ നമ്മുടെ ഹൃദയമൊക്കെ കൂടി ഇടിക്കാൻ തുടങ്ങും. അതേപോലെ നല്ല സ്പീഡിൽ എന്താണ് എൻ്റെ ഹൃദയം ഇടിക്കുകയാണ്. ബട്ട് ഹൗ കുഡ് ഐ ബ്ലെയിം മൈ ഫ്രണ്ട്? അവർ നരേറ്റർ പറയാണ്, ഹൗ കുഡ് ഐ ബ്ലെയിം മൈ ഫ്രണ്ട്. ബ്ലെയിം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക, അടിക്കുക എന്നൊക്കെയാണ് ബ്ലെയിം എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ് ബ്ലെയിം മീൻസ്, ഞാൻ എങ്ങനെ എൻ്റെ ഫ്രണ്ട് കുനാലിനെ ഞാൻ എങ്ങനെ, കുനാലാണ് അടിച്ചതെന്ന് ഞാൻ എങ്ങനെ പ്രിൻസിപ്പാളിനോട് പറയും? അതുകൊണ്ട് എന്ത് ചെയ്യാണ്, വിത്ത് എ സിങ്കിങ് ഫീലിംഗ്, എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല,
എനിക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ഒക്കെ ഞാൻ സ്വീകരിച്ചോളാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോട്, ഇല്ലെങ്കിൽ എന്താണ് ആ ഒരു ഇതോടുകൂടി എന്ത് ചെയ്യാണ്, ഐ ഡിസൈഡഡ് ഞാൻ തീരുമാനിച്ചു, ഐ വുഡ് ടേക്ക് ദ ബ്ലെയിം, ആ കുറ്റം ഞാൻ ഏറ്റെടുക്കാൻ ആ കുറ്റം ഞാൻ ഏറ്റെടുത്തു. നരേറ്റർ വേണം, ആ കുറ്റം ഞാൻ എടുത്തു. എന്താണ്, എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് ചതിച്ചുകൂടാ. അടിച്ചത് കുനാൽ തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യാണ്, ആ കുറ്റം ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഐ ഡിസൈഡഡ് ഐ വുഡ് ടേക്ക് ദ ബ്ലെയിം, ഞാൻ എന്ത് ചെയ്യാണ്, ആ കുറ്റം ഞാൻ ഏറ്റെടുത്തു. ഐ ഓപ്പൺ മൈ മൗത്ത് ആൻഡ് റിപ്ലൈ, ഞാൻ എൻ്റെ വാ തുറന്നു പറയാം, ഞാനാണ് സർ, ഞാനാണ് ആ ഹിറ്റ് ചെയ്തത്, ഞാനാണ് സ്ട്രൈക്ക് ചെയ്തത്, ഞാനാണ് ഹിറ്റ് ചെയ്തതെന്ന് പറയാൻ വേണ്ടി വാ തുറന്നപ്പോൾ, വാ തുറക്കലും എന്താ പറ്റൂ, ബട്ട് കുനാൽ വാസ് ക്വിക്കർ, പക്ഷെ കുനാൽ കുറച്ചും കൂടെ സ്പീഡായിരുന്നു. കളിയിൽ മാത്രമല്ല, സംസാരത്തിലും എല്ലാത്തിലും അദ്ദേഹം എന്താണ് കുറച്ചും കൂടി സ്പീഡ് കൂടുതലാണ്. ബട്ട് കുനാൽ വാസ് ക്വിക്കർ, കുനാൽ പെട്ടെന്ന് പറയാണ്, സർ ഇറ്റ് വാസ് മൈ സ്ട്രോക്ക്, അത് ഞാനാണ് അടിച്ചത്. ഐ ആം വെരി സോറി സർ, ഞാനാണ് അടിച്ചത്, എന്നോട് ക്ഷമിക്കണം. അപ്പം എന്താ മിസ്റ്റർ അഹമ്മദ് എന്താ പറയുന്നത്, പനിഷ്മെന്റ് ആണ് അവർ പ്രതീക്ഷിച്ചത് അല്ലേ. അവർ എന്താണ് പ്രിൻസിപ്പാളിന്റെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ മിസ്റ്റർ അഹമ്മദ് എന്ന് പേരുള്ള പ്രിൻസിപ്പാളിന്റെ കയ്യിൽ നിന്നും അവർ പ്രതീക്ഷിച്ചത് എന്താണ്, പനിഷ്മെന്റ് ആണ്. അപ്പൊ തന്നെ പ്രിൻസിപ്പാൾ പറയാണ്, വാട്ട് എ സ്ട്രോക്ക്, എന്തൊരു അടിയായിരുന്നു അത്, എന്തൊരു ഹിറ്റ് ആയിരുന്നു അത്. മിസ്റ്റർ അഹമ്മദ് എക്സ്പ്ലെയിൻഡ്, മിസ്റ്റർ അഹമ്മദ് എക്സ്ക്ലൈംഡ്, ആശ്ചര്യപ്പെട്ടു. എക്സ്ക്ലൈം എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക, അത്ഭുതപ്പെട്ടു. എന്താണ്, യു സ്ട്രോക്ക് ദ ഗിലി, നീ ആ ഗിലി അടിക്കുക, ഗിലി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വടിക്കഷ്ണം അല്ലേ, ആ ഗിലി നീ അടിച്ചു. ഹിറ്റ്സ് എ മാൻസ് ക്യാപ്, അതൊരു മനുഷ്യന്റെ, ടർക്കിഷ് മാന്റെ ക്യാപ്പിൽ വന്ന് തട്ടി. എന്താ ക്യാപ്പ് ഫോൾസ്, ആ ക്യാപ്പ് നിലത്തേക്ക് വീണു. ആൻഡ് ദെൻ ദ ഗിലി ലാൻഡ് ഇൻസൈഡ് ഇറ്റ്, മാത്രമാണോ, ആ ഇടിച്ചിട്ട് തൊപ്പി നിലത്ത് വീണു, ആ തൊപ്പിയുടെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, ഈ ഗിലി വന്ന് ലാൻഡ് ചെയ്തു. എ മാസ്റ്റർ പ്ലെയർ, നീ ഒരു മാസ്റ്റർ പ്ലെയർ ആണ്, നീ അത്രമാത്രം പ്രൊഫഷനായ ഒരു കളിക്കാരനാണ്. നോ ഡൗട്ട്, ഒരു ഡൗട്ടുമില്ല എന്ന് ആര് പറയാണ്, പ്രിൻസിപ്പാൾ എന്ത് ചെയ്യാണ്, അപ്രീഷിയേറ്റ് ചെയ്യാണ് ഈ കുട്ടികളെ, കുനാലിനെ. ഐ കുഡ് നോട്ട് കൺട്രോൾ മൈ ലാഫ്റ്റർ, ലോഫർ അല്ല, ലാഫ്റ്റർ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ചിരി എനിക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. ഐ കാൺട്ട് കൺട്രോൾ മൈ ലാഫ്റ്റർ, ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ലാഫ് ഇൻ ദ പ്രിൻസിപ്പാൾസ് പ്രസൻസ്. ഇത് അവിടെ പ്രിൻസിപ്പാളിന്റെ ഇത് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാളിന്റെ റൂമിൽ നിന്ന് ചിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക, പനിഷ്മെന്റ് ചിലപ്പം കിട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് ഗ്രേറ്റ് എഫോർട്ട്, ഫുള്ള് എഫോർട്ടും എടുത്തുകൊണ്ട് എന്ത് ചെയ്ത്, ഐ മാനേജ്ഡ് എ വോയിസ്, ഞാൻ ഒന്ന് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അവിടെ കിടന്ന് എനിക്ക് നല്ല ഉറക്ക ചിരിക്കണം എന്നുണ്ട്, പക്ഷെ എന്താണ്, അത് പ്രിൻസിപ്പാളിന്റെ റൂമാണ്, അവിടെ കിടന്ന് ചിരിച്ചാൽ ചിലപ്പോൾ പ്രിൻസിപ്പാൾ എന്ത് ചെയ്യും, വീണ്ടും പനിഷ്മെന്റ് നൽകും. അതുകൊണ്ട് പിടിച്ച് നിർത്തി. വി വേർ ഈഗർ ടു ഗോ ഔട്ട് ആൻഡ് ഹാവ് എ ഹാർട്ടി ലവ്, ഞങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് പോയി ഞങ്ങൾക്ക് ഒന്ന് ഉറക്ക ചിരിക്കണം എന്ന് എനിക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് അല്ലേ, എന്റെ ചിരി ഞാൻ മനസ്സിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കാണ്, എനിക്കൊന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് പോകണം. വി വേർ ഈഗർ ടു ഗോ ഔട്ട് ആൻഡ് ഹാവ് എ ഹാർട്ടി ലവ്, എനിക്കൊന്ന് ഹൃദയം തുറന്ന് ചിരിക്കണം. ദ മാൻ വിത്ത് ദ ടർക്കിഷ് ക്യാപ്പ് ഓൾസോ ടേൺ അറൌണ്ട് ദ ഡോർ, ഈ പ്രിൻസിപ്പാളിന്റെ സംസാരം കേട്ടപ്പോൾ നേരത്തെ പുറത്തേക്ക് പോവാൻ നോക്കിയ ആ ടർക്കിഷ് മാൻ എന്ത് ചെയ്യാണ്, ടർക്കിഷ് ക്യാപ്പ് ധരിച്ച ആൾ എന്താണ്, ഒന്ന് ഞങ്ങളെ തിരിഞ്ഞു നോക്കി. ഈ ടു ലുക്ക്ഡ് അമ്യൂസ്, അദ്ദേഹവും എന്താണ് ശരിക്കും എന്താണ് എന്റർടൈൻ ചെയ്യുക, അദ്ദേഹത്തിന് അത്ഭുതപ്പെട്ടു, അദ്ദേഹം എന്റർടൈൻ ചെയ്യായിരുന്നു, അദ്ദേഹം എന്താണ് സന്തോഷിച്ചു. കാരണം പ്രിൻസിപ്പാൾ എന്ത് ചെയ്യാണ്, കുട്ടികളെ ചീത്ത പറഞ്ഞില്ല, അദ്ദേഹം എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യാണ്. സ്റ്റിൽ സ്മൈലിംഗ് ഹി വെന്റ് അവേ, അദ്ദേഹം എന്ത് ചെയ്യാണ്, ടർക്കിഷ് ക്യാപ്പ് ധരിച്ച് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. We trooped out of the room, then we burst out laughing. We trooped out, ഞങ്ങൾ കൂട്ടമായിട്ട് എന്ത് ചെയ്യാണ്, we trooped out of the room, ഞങ്ങൾ കൂട്ടമായിട്ട് പുറത്തേക്ക് പോയി. Then we burst out laughing, ഞങ്ങൾ അവിടെ നിന്ന് എന്താണ് ഉറക്ക പൊട്ടിച്ചിരിച്ചു. ഇതാണ് നിങ്ങളുടെ സ്റ്റോറി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ലാസ്റ്റ് എടുത്ത് നമ്മൾ എന്താണ് മലയാളത്തിൽ ജസ്റ്റ് പറഞ്ഞുതരാം എന്താ ഇവിടെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു കുനാലടിച്ച ഗിലി എന്ത് ചെയ്യാണ്, ടർക്കിഷ് മാന്റെ ക്യാപ്പിൽ തട്ടി, ക്യാപ്പ് നിലത്തേക്ക് വീണു, ഗിലി എന്ത് ചെയ്യാണ്, അതിന്റെ ഉള്ളിൽ വന്ന് വീണു. ഇത് കണ്ട ടർക്കിഷ് മാൻ ദേഷ്യപ്പെട്ടു, അദ്ദേഹം നേരെ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് കൊടുത്തു. പ്രിൻസിപ്പാൾ എന്ത് ചെയ്യാണ്, പ്യൂണിനെ വിട്ട് ഓരോ ആൾക്കാരനെ വിളിപ്പിച്ചു, അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി അല്ലേ.
എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് ഇത് അടിച്ചത്, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളൊന്നും മിണ്ടിയില്ല. അവർ പേടിയായി പ്രിൻസിപ്പാളിന്റെ വർത്തമാനം കേട്ടപ്പോൾ. പെട്ടെന്ന് ഇത് നരേറ്റർ പറഞ്ഞു, സർ സോറി, ഞങ്ങൾ ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാം, ആ ടർക്കിഷ് മാനോട് എന്ത് ചെയ്യാം, അപ്പോളജൈസ് ചെയ്യുക, ക്ഷമ ചോദിക്കുക. അവരെല്ലാവരും എന്ത് ചെയ്തു, ക്ഷമ ചോദിച്ചു. ഇത് കേട്ടപ്പം ടർക്കിഷ് മാൻ സന്തോഷമാണ്, അദ്ദേഹം പുറത്തേക്ക് പോകാൻ റെഡി ആവുകയാണ്. ആ സമയം പ്രിൻസിപ്പാൾ കുട്ടികൾക്ക് വീണ്ടും ചോദിക്കാൻ, ആരാണ് അടിച്ചത്? എല്ലാവർക്കും പേടിയായി. വീണ്ടും പ്രിൻസിപ്പാൾ എന്ത് ചെയ്യും, പനിഷ്മെന്റ് നൽകുമെന്ന് പേടിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് എന്ത് ചെയ്തു, നരേറ്റർ പറയാണ്, ഞാൻ പറയാൻ പോയി. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു, പക്ഷെ ആര്, കുഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു, സാർ അത് ഞാനാണ് അടിച്ചത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ പ്രിൻസിപ്പാൾ എന്ത് ചെയ്യാണ് പറയുന്നത്, പ്രിൻസിപ്പാൾ അവരായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. എന്തൊരു സ്ട്രൈക്ക് ആയിരുന്നു അത്, അല്ലേ? നീ അടിച്ച ഗിലി എന്ത് ചെയ്യാണ്, ഹിറ്റ് ദ മാൻസ് ക്യാപ്, ആ മാന്റെ തലയിൽ തട്ടി, തൊപ്പി തട്ടി, തൊപ്പി എന്ത് ചെയ്യാണ്, നിലത്തേക്ക് വീണു. ഈ ഗിലി എന്താണ്, ലാൻഡ് ഇൻസൈഡ് ദ ക്യാപ്. വാട്ട് എ സ്ട്രോക്ക്. ഇത് കേട്ടപ്പോൾ ഇവർക്കൊക്കെ ചിരിക്കാൻ ഇങ്ങനെ ചിരി വന്നു. പക്ഷെ ചിരി എന്ത് ചെയ്യാണ്, അവർ പിടിച്ചു നിർത്തിക്കൊണ്ട്, പിടിച്ചു നിർത്തി. ചിരിക്കാൻ പറ്റുമോ, പ്രിൻസിപ്പാളിന്റെ മുമ്പ് ചിരിക്കാൻ പറ്റും, അവർ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോയാൽ മതി എന്നായി. അങ്ങനെ അവർ പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്, പൊട്ടി അങ്ങോട്ട് ചിരിച്ചു. ഇതാണ് ടർക്കിഷ് ക്യാപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ.